ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, എല്ലാ വർഷവും ആഗോള കത്തോലിക്ക സഭ സെപ്റ്റംബർ 14 കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ അല്ലെങ്കിൽ കുരിശിൻ്റെ മഹത്വീകരണ തിരുനാൾ ആഘോഷിക്കാറുണ്ട്. ശരിക്കും കുരിശിന് മഹത്വം ലഭിച്ചത് ദുഃഖവെള്ളിയാഴ്ചയാണ്. പിന്നെ എന്തുകൊണ്ടാണ് സെപ്റ്റംബർ 14 കുരിശിൻ്റെ മഹത്വീകരണ തിരുനാൾ ആഘോഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് കൊടുക്കാവുന്ന ഒരു മറുപടി എന്ന് പറയുന്നത്, ഈ ക്രിസ്തു മരണപ്പെട്ട കുരിശ് ഏതാണ്ട് AD 326 ഹെലന രാജ്ഞി വിശുദ്ധ നാടുകൾ സന്ദർശിക്കാൻ പോയപ്പോൾ ജെറൂസലേമിൽ നിന്ന് കണ്ടുകിട്ടി എന്ന ഒരു ചരിത്രമുണ്ട്. ഇത് കണ്ടുകിട്ടി ഏകദേശം ഒരു 9 വർഷത്തോളം അതിങ്ങനെ വെറുതെ ആരാധനയ്ക്കായി സൂക്ഷിച്ചു. അതിനുശേഷം കോൺസ്റ്റന്റൈൻ ചക്രവർത്തി വലിയ ഒരു ദൈവാലയം സ്ഥാപിച്ച് ആ ദൈവാലയം കൂദാശ ചെയ്യപ്പെട്ടത് സെപ്റ്റംബർ 13 ആ കൂദാശ ചെയ്യപ്പെട്ട ദൈവാലയത്തിലേക്ക് സെപ്റ്റംബർ 14 ഈ കർത്താവ് മരണപ്പെട്ട ആ വലിയ കുരിശ് പരസ്യ വണക്കത്തിനായിട്ട് സ്ഥാപിച്ചു എന്നാണ് പറയുന്നത്. അതിനുശേഷം എല്ലാ വർഷവും സെപ്റ്റംബർ 14 കുരിശിൻ്റെ മഹത്വീകരണ തിരുനാൾ ആഘോഷിക്കുക. പ്രിയമുള്ളവരെ, കുരിശിൻ്റെ മഹത്വീകരണ തിരുനാൾ ആഘോഷിക്കുമ്പോൾ 1-2 കാര്യങ്ങൾ വെറുതെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കുകയാണ്. ഒന്നാമത്തത്, ഈശോ ദുഃഖവെള്ളിയാഴ്ച ബന്ധനസ്ഥനായ സമയം എന്ന് പറയുന്നത് വെളുപ്പിന് 3 മണിക്കാണ്. വെളുപ്പിന് 3 മണിക്കാണ് യൂദാസ് ചുംബനത്തിൻ്റെ പെരുന്നൊമ്പരം നൽകി യേശുവിനെ ഒറ്റിക്കൊടുത്തത്. അതിനുശേഷം 3 മണി മുതൽ 9 മണി വരെ 6 മണിക്കൂർ നീണ്ടു നിന്ന വിചാരണ. ആ വിചാരണയ്ക്ക് ശേഷം 9 മണിക്ക് ഈശോയുടെ ചുമലിലേക്ക് കുരിശ് വെച്ചു കൊടുക്കുക. അങ്ങനെ കുരിശും വഹിച്ചുകൊണ്ടുള്ള യാത്ര, 3 മണിക്കൂർ ദൈർഘ്യമുള്ള കുരിശും വഹിച്ചുകൊണ്ടുള്ള യാത്ര അവസാനിക്കുന്നത് 12 മണിക്കാണ്. 12 മണി തുടങ്ങി 3 മണി വരെ ഈശോ കുരിശിൽ കിടന്നു. 3 മണിക്ക് ഈശോയുടെ ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു. പ്രിയമുള്ളവരെ, വെളുപ്പിന് 3 മണിക്ക് ബന്ധനസ്ഥനായ ഈശോ തുടർന്നുള്ള 6 മണിക്കൂറുകളിലൂടെ വിചാരണയിലൂടെ കടന്നുപോയി. 9 മണിയായപ്പോൾ കുരിശ് ഈശോയുടെ ചുമലിലേക്ക് വെച്ചു കൊടുത്തു. അതായത് ചുരുക്കി പറഞ്ഞാൽ ഈശോ കുരിശും വഹിച്ചുകൊണ്ട് എങ്ങനെ നടക്കുക. 5-10 മിനിറ്റല്ല, നീണ്ട 3 മണിക്കൂർ അവൻ ഈ കുരിശും വഹിച്ചുകൊണ്ട് യാത്ര നടത്തി. അതിനുശേഷം ഗാഗുൽത്ത മലയിലെത്തിയപ്പോൾ ഈ കുരിശ്, നമുക്ക് ചിന്തിക്കാമല്ലോ, ഈ കുരിശ് ഈശോയോട് പറഞ്ഞിട്ടുണ്ടാകും, ഈശോയെ 3 മണിക്കൂർ നീ എന്നെ വഹിച്ചു, ഞാൻ ഒട്ടും ബുദ്ധിമുട്ടുമില്ലാതെ ഈ മല മുഴുവനും കയറി വന്നു, എനിക്ക് ഒട്ടും ബുദ്ധിമുട്ടുണ്ടായില്ല, നീ എന്നെ ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്നത് പോലെ മലയുടെ മുകളിലേക്ക് കയറാൻ സാധിച്ചു. ഈശോയെ, എനിക്കൊരു പ്രതിസമ്മാനം, അല്ലെങ്കിൽ നീ എനിക്ക് വേണ്ടി 3 മണിക്കൂർ എന്നെ എടുത്തതുപോലെ അടുത്ത 3 മണിക്കൂർ ഞാൻ നിന്നെ എടുക്കട്ടെ. അങ്ങനെ പിന്നത്തെ 3 മണിക്കൂർ 12 മണി മുതൽ 3 മണി വരെ കുരിശ് ഈശോയെ എടുത്തു. അങ്ങനെ കുരിശ് ഈശോയെ എടുത്തപ്പോൾ ആ കുരിശിന് മാറ്റം വന്നു എന്നാണ് പറയും. ആ കുരിശിന് അടിമുടി മാറ്റം സംഭവിച്ചു. വെറും 3 മണിക്കൂർ കൊണ്ട് ശിക്ഷയുടെ, മരണത്തിൻ്റെ പ്രതീകമായ കുരിശ് രക്ഷയുടെ, ഉത്ഥാനത്തിൻ്റെ പ്രതീകമായിട്ട് മാറുക. അതുകൊണ്ട് ഈ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. വെറും 3 മണിക്കൂർ മാത്രം കുരിശ് ഈശോയെ വഹിച്ചപ്പോൾ കുരിശ് അടിമുടി മാറി എന്നാണ് പറയുന്നത്. 3 മണിക്കൂറല്ല, എത്രയോ വർഷങ്ങളായി നാം ഈശോയെ വഹിക്കുക. എന്നിട്ട് എന്തുകൊണ്ടാണ് നമുക്ക് അടിമുടി ഒരു മാറ്റം സംഭവിക്കാത്തത്? യഥാർത്ഥത്തിൽ ഈശോയെ നാം വഹിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കാത്തത്. പ്രിയമുള്ളവരെ, ഏതാണ്ട് 1996 തോന്നുന്നു, എറണാകുളം ലോ കോളേജിനടുത്ത് പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന സ്കൈലൈൻ കെട്ടിടത്തിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് സൗമ്യ വാസുദേവൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആത്മഹത്യക്ക് പരിശ്രമിക്കേണ്ടത് വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണത്. അങ്ങനെ വളരെ ചർച്ച ചെയ്യപ്പെട്ട ആ വിഷയത്തിൽ സുകുമാർ അഴീക്കോട് അന്ന് നടത്തിയ ഒരു പ്രസംഗം ഞാൻ കേൾക്കാനിടയായി. അന്ന് സുകുമാർ അഴീക്കോട് പറഞ്ഞ ഒരു വാചകം ഇങ്ങനെയായിരുന്നു: ഏറ്റവും അവസാനമായി ഇവളുടെ മൊബൈലിൽ നിന്ന് ചെറിയ ഒരു ടെക്സ്റ്റ് മെസ്സേജ് ഇവൾ സ്നേഹിച്ചിരുന്ന ഇവളുടെ കാമുകൻ അയക്കുകയുണ്ടായി. മരണത്തിന് അവൾ പരിശ്രമിക്കാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള വഴക്കം. അവസാനത്തെ ഒരു സന്ദേശം ഇങ്ങനെയായിരുന്നു: യു ചീറ്റഡ് മീ ബട്ട് സ്റ്റിൽ ഐ ലവ് യു.
സുമാർ അഴീക്കോടിൻ്റെ പ്രസംഗത്തിനൊരു പ്രത്യേകതയുണ്ട്. അതിങ്ങനെ വളരെ നിശബ്ദതയിൽ അതിങ്ങനെ ചങ്കിലേക്ക് ഇങ്ങനെ തുളച്ച് കയറുന്ന രീതിയിൽ ഈ വാക്കുകളെ ഇങ്ങനെ പറഞ്ഞു വിടാനുള്ളൊരു കഴിവ് സാറിനുണ്ട്. സാറിൻ്റെ ഈ പ്രസംഗം കേട്ടപ്പോൾ ഇതിങ്ങനെ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ തുളച്ച് കയറി. യു ചീറ്റഡ് മീ ബട്ട് സ്റ്റിൽ ഐ ലവ് യു. നീ എന്നെ വഞ്ചിച്ചു, പക്ഷേ എനിക്കിപ്പോഴും നിന്നെ സ്നേഹമാണെന്ന് പറയും. പ്രിയമുള്ളവരെ, ഏതോ ഒരു പെൺകുട്ടി ഏതോ ഒരു ആൺകുട്ടിയുടെ മൊബൈലിലേക്ക് അയച്ച ഒരു ശബ്ദ സന്ദേശം മാത്രമായി ഇതിനെ കാണാനായിട്ട് പിന്നീട് എനിക്ക് ഒരിക്കലും സാധിച്ചിട്ടില്ല. പലപ്പോഴും ഈശോയുടെ തൂങ്ങപ്പെട്ട രൂപത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ തിരുവസ്ത്രങ്ങൾ ധരിച്ച് കയ്യിൽ ധൂപക്കുറ്റിയെടുത്ത് ഈശോയുടെ കുരിശിനെ ഇങ്ങനെ നോക്കി ഈ ധൂപം ഇങ്ങനെ വീശുമ്പോൾ ആ കുരിശിൽ കിടക്കുന്ന ഈശോ എന്നെ നോക്കി പറയുന്നത് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. യു ചീറ്റഡ് മീ എന്നല്ല, യു ആർ ചീറ്റിംഗ് മീ എവ്രി ഡേ ബട്ട് സ്റ്റിൽ ഐ ലവ് യു. മോനഡൈസെ, നീ എന്നും എന്നെ വഞ്ചിക്കുക, പക്ഷേ നീ എത്രമാത്രം എന്നെ വഞ്ചിക്കുന്നുവോ അതിനേക്കാൾ കൂടുതലായി ഞാൻ നിന്നെ എന്നും സ്നേഹിച്ചുകൊണ്ടിരിക്കുമെന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, ചുംബനത്തിൻ്റെ പെരുന്നൊമ്പരം അത് വഞ്ചനയുടെ നൊമ്പരായിരുന്നു. യൂദാസ് ഒറ്റ പ്രാവശ്യം ഈശോയെ ഒറ്റിക്കൊടുത്തു. നമ്മുടെയൊക്കെ ജീവിതത്തിലൂടെ നാം പലതവണ ഈശോയെ ഇങ്ങനെ ഒറ്റിക്കൊടുക്കുന്നില്ലേ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, വഞ്ചനയുടെ ആത്മാർത്ഥതയില്ലാത്ത കപട സ്നേഹത്തിൻ്റെ ചുംബനം നൽകിയ യൂദാസിനെ പോലെ പലപ്പോഴും ആത്മാർത്ഥതയില്ലാത്ത കപട സ്നേഹം ക്രിസ്തുവിനോട് കാണിച്ചുകൊണ്ട് ക്രിസ്തുവിനെ വഹിക്കുന്നത് കൊണ്ടാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വർഷങ്ങളായി ക്രിസ്തുവിനെ കൂടെ കൊണ്ടു നടന്നിട്ടും കുരിശിന് മാറ്റം സംഭവിച്ചതുപോലെ ഒരു പുകഴ്ച, ഒരു മഹത്വം എനിക്ക് ലഭിക്കാത്തത്. അതുകൊണ്ട് വഞ്ചനയില്ലാത്ത സ്നേഹം മാത്രം തുളുമ്പി നിൽക്കുന്ന ആത്മാർത്ഥതയോടെ ക്രിസ്തുവിനെ വഹിക്കാൻ എനിക്കെന്ന് സാധിക്കുന്നുവോ അന്ന് ഞാനും മാറും. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കുരിശ് എനിക്ക് നൽകിയ 3 വിലപ്പെട്ട വലിയ സമ്മാനങ്ങളെക്കുറിച്ചാണ്. അതിൽ 1 ഒരു തിമിര ശസ്ത്രക്രിയ, 2 തകർന്നു പോയ പാലത്തിൻ്റെ പുതുക്കിപ്പണിയൽ, 3 പുതുക്കിപ്പണിത ഈ പാലം ഇനിയും നശിക്കാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് അത് എന്നേക്കുമായി അറ്റകുറ്റപ്പണികൾ നടത്താൻ വേണ്ടി ഒരു വ്യക്തിയെ എനിക്ക് സമ്മാനമായിട്ട് നൽകി. പ്രിയമുള്ളവരെ, ഈ തിമിര ശസ്ത്രക്രിയ എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? തിമിരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ല, കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് കാഴ്ച തിരിച്ചെടുക്കാനുള്ള ഒരു ശസ്ത്രക്രിയയാണല്ലോ തിമിര ശസ്ത്രക്രിയ. പ്രിയമുള്ളവരെ, കുരിശിൽ ക്രിസ്തു കയറി ആ 3 മണിക്കൂറുള്ള സഹനത്തിലൂടെ കടന്നുപോയി മരണത്തെ സ്വീകരിച്ച സമയത്ത് ദൈവാലയത്തിലെ തിരശ്ശീല 2ആയിട്ട് കീറി താഴേക്ക് വീണത്. ഈ ജെറൂസലേം ദൈവാലയത്തിൽ ഈ വലിയൊരു തിരശ്ശീല സൂക്ഷിച്ചതിൻ്റെ കാരണം എന്ന് പറയുന്നത് അതിവിശുദ്ധ സ്ഥലത്ത് നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നഗ്നനേത്രങ്ങൾ കൊണ്ട് സാധാരണക്കാരന് കാണാൻ പാടില്ല. കാരണം ആദിപാപം മൂലം ദൈവത്തെ കാണാനുള്ള ആ ഒരു കാഴ്ചശക്തി മനുഷ്യന് നഷ്ടപ്പെട്ടു. അങ്ങനെ ആ നഷ്ടപ്പെട്ട കാഴ്ചശക്തി കുരിശിലൂടെ തിരികെ ലഭിച്ചു എന്നതിൻ്റെ ശക്തമായ അടയാളമാണ് ദൈവാലയത്തിലെ തിരശ്ശീല 2ആയിട്ട് കീറി താഴേക്ക് വീണത്. ഇനി അവിടെ ഒരു തടസ്സത്തിൻ്റെ ആവശ്യമില്ല, കാരണം ദൈവദർശനം സാധ്യമായെന്നാണ് പറയും. 2ാമത്തത് തകർക്കപ്പെട്ട ദൈവ മനുഷ്യ ബന്ധം വീണ്ടും സ്ഥാപിക്കപ്പെട്ടു. അതായത് ധൂർത്തപുത്രൻ്റെ ഉപമയിലൂടെ കടന്നു പോകുമ്പോൾ ധൂർത്തപുത്രൻ പിതാവിൻ്റെ അടുക്കൽ വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്: പിതാവേ, അങ്ങേക്കും സ്വർഗത്തിനുമെതിരായി ഞാൻ പാപം ചെയ്തു. അതായത് പാപം ഒരുവനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു. അത് മാത്രമല്ല, മനുഷ്യനിൽ നിന്നും അകറ്റുന്നു. സഹോദരങ്ങളിൽ നിന്നും ദൈവത്തിൽ നിന്നും അകറ്റുന്ന ഒരു സാധ്യതയാണ് പാപം. ആ ഒരു പാപത്തിലൂടെ നഷ്ടപ്പെട്ടു പോയ ഈ ബന്ധം, ദൈവ മനുഷ്യബന്ധവും മനുഷ്യബന്ധവും, ആ കുരിശിൻ്റെ നെടുകെയുള്ള ഈ ഭാഗം ദൈവ മനുഷ്യബന്ധത്തെയും ഇങ്ങനെ കുറുകെയുള്ള ഭാഗം മനുഷ്യബന്ധത്തെയും പ്രതിനിധാനം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ കുരിശിലൂടെ തകർക്കപ്പെട്ടു പോയ ഈ പാലം വീണ്ടും സ്ഥാപിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. 3ാമത്തെ ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ പാലം ഇനിയും തകരാനുള്ള സാധ്യതയുണ്ട്. അതായത് ദൈവ മനുഷ്യ ബന്ധത്തിനിടയിലും സഹോദര ബന്ധങ്ങൾക്കിടയിലും വിള്ളലുകൾ വരാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് കുരിശിൽ നിന്ന് നമുക്ക് ലഭിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു സമ്മാനമാണ് പരിശുദ്ധ കന്യകാമറിയം. ഈ പരിശുദ്ധ കന്യകാമറിയത്തെ കുരിശ്
അല്ലെങ്കിൽ ക്രിസ്തു നമുക്ക് നൽകിയത് എന്ന് പറയുന്നത് കുരിശിലൂടെ പുനഃസ്ഥാപിക്കപ്പെട്ട ഈ ബന്ധത്തിന് ഉലച്ചിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉലച്ചിൽ സംഭവിക്കുന്ന സമയത്തൊക്കെ യഥാകാലം അറ്റകുറ്റപ്പണികൾ നടത്താൻ വേണ്ടി കുരിശിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ശക്തമായ ഒരു വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. അതിനാൽ പ്രിയമുള്ളവരെ, കുരിശിൻ്റെ ഈ തിരുനാൾ ആഘോഷത്തിലൂടെ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ എപ്പോഴൊക്കെ നാം കുരിശിൻ്റെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നുവോ അപ്പോഴൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരേണ്ട ഒരോർമ്മയായിരിക്കണം ഈ 3 സമ്മാനങ്ങൾ. എനിക്ക് എൻ്റെ ദൈവത്തെ കാണാനുള്ള മറ മാറിക്കിട്ടി. എൻ്റെ ദൈവത്തോടുള്ള ബന്ധവും മനുഷ്യരോടുള്ള ബന്ധവും, എനിക്കുണ്ടായിരുന്ന ആ ഒരു ബന്ധത്തിൻ്റെ പാലം അത് തകർന്നു പോയിരുന്നു. അത് പുനഃസ്ഥാപിക്കപ്പെട്ടു. അങ്ങനെ പുനഃസ്ഥാപിക്കപ്പെട്ട ഈ പാലം വീണ്ടും തകരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അത് തകർന്ന് എന്നേക്കുമായി പോകാതിരിക്കാൻ വേണ്ടി കാലാനുസൃതമായ അറ്റകുറ്റപ്പണികൾ നടത്താൻ വേണ്ടി പരിശുദ്ധ അമ്മയെ എനിക്ക് സമ്മാനമായി ലഭിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. കുരിശിൻ്റെ മഹത്വീകരണം അത് കുരിശിന് ലഭിച്ച ഒരു മഹത്വീകരണമല്ല, എനിക്ക് ലഭിക്കേണ്ടിയിരിക്കുന്ന ഒരു മഹത്വീകരണമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ആഘോഷിക്കാൻ ഈശോ എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.